ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിങ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ക്രാഷ് പ്രോഗ്രാമുകൾ ഇതാ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓൺ ആക്കുക. അതിൽ ബ്രില്യൻ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതാ ബ്രില്യൻ പാല എന്നുള്ള നമ്മുടെ സൈറ്റ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ brilliantpala.org എന്ന വെബ്സൈറ്റിലേക്ക് നേരിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. എനിവേ, ഞാൻ ഈ നമ്മുടെ സൈറ്റിലേക്കുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് അവർ ഹോം പേജ്. ഇതിന് മുകളിലായി ഇതാ ഇവിടെ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ നിരവധി കോഴ്സുകൾ ഇവിടെ കാണാൻ പറ്റും. അവിടെ അതാ ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ക്ലിക്ക് ചെയ്യുക. യെസ്, ആൻഡ് ഫസ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. നീറ്റ്, ജെഇ ആൻഡ് കീം ക്രാഷ് പ്രോഗ്രാം. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പേജ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പേജിന്റെ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രീൻ ബോക്സിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ബ്രില്യന്റിന്റെ മുൻപ് ഏതെങ്കിലും ഉള്ള ഒരു പ്രോഗ്രാമിൽ ഭാഗമായിരുന്നുവെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റുഡന്റ് ഐഡിയും പാസ്വേഡും ഒക്കെ കാണും. അതിവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിലൂടെ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വളരെ അനായാസം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. തൊട്ട് താഴെ ഇവിടെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, അതുപോലെ പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ക്വയർ ബോക്സിലും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. നമുക്ക് വളരെ അനായാസം നമ്മുടെ ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ ഒരു ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP തൊട്ടടുത്ത പേജിൽ എൻ്റർ ചെയ്യുക. വളരെ അനായാസം നമുക്കൊരു അക്കൗണ്ട് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്റർ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആദ്യം ഒന്ന് ഫില്ല് ചെയ്യാം. സോ ഈ ഒരു പേജിൽ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആസ് യു ക്യാൻ സി, എൻ്റെ പേര്, ഫോൺ നമ്പർ, മെയിൽ ID, പാസ്വേഡ് എല്ലാം തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. യെസ്, അപ്പോൾ നമ്മുടെ OTP വന്നിരിക്കുകയാണ്. OTP എൻ്റർ ചെയ്യാനുള്ളൊരു പേജ് നമുക്കിവിടെ വന്നിരിക്കുന്നു. അപ്പോൾ OTP നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ OTP എൻ്റർ ചെയ്തതിന് ശേഷം തന്നെ അത് ഓട്ടോമാറ്റിക്കലി അവിടെ സൈൻ അപ്പ് പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന മറ്റൊരു പേജിലാണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും +2 കഴിഞ്ഞവരാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് 12th പാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തൊട്ട് താഴെ, ഏറ്റവും താഴെ കിടപ്പുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നാൽ ബ്രില്യന്റിന്റെ ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കൂടെ ഉള്ളതാണ്. സോ നിങ്ങൾ ഇപ്പോൾ ഒരു +2 സ്റ്റുഡന്റ് ആണ് എങ്കിൽ ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ സ്റ്റഡിയിങ് ഇൻ +2 എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുന്നു. യെസ്, സേവ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതായത് +2 കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ +2 ആയിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏതെല്ലാം കോഴ്സസ് നമുക്ക് ഇവിടെ ബ്രില്യൻ സ്റ്റഡി സെന്റർ അവൈലബിൾ ആണ് എന്നുള്ളൊരു ലിസ്റ്റ് ആണുള്ളത്. 19 കോഴ്സസ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ക്രാഷ് കോഴ്സാണ്. ഓക്കെ, അപ്പോൾ അവിടെ ക്രാഷ് 2026 എഞ്ചിനീയറിംഗ് ഹൈബ്രിഡ് ഉണ്ട്. അതുപോലെ ക്രാഷ് 2026 മെഡിക്കൽ ഹൈബ്രിഡ് ഫേസ് 1 ഉണ്ട്. നിരവധി ക്രാഷ് പ്രോഗ്രാമുള്ളത്. എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്രാഷ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രാഷ് 2026 മെഡിക്കൽ ഓഫ്ലൈൻ ഈ ഒരു കോഴ്സാണ് എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടുണ്ട്, ഹൈബ്രിഡ് ആയിട്ടുണ്ട്, ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നവംബർ 1 തുടങ്ങുന്നതായിരിക്കും. രണ്ടാമത്തേതാണ് ഹൈബ്രിഡ് ബാച്ച് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ബാച്ചിൻ്റെ അകത്ത് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ക്ലാസ്സുകൾ തുടങ്ങുന്നതാണ്. ഹൈബ്രിഡ് ബാച്ചിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം ഈ പറഞ്ഞ നവംബർ 1 തുടങ്ങുന്നതായിരിക്കും. ഹൈബ്രിഡ് ബാച്ചിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളും അതുപോലെ എക്സ്ക്ലൂസീവ് ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിലെ ഓഫ്ലൈൻ ക്ലാസ്സുകളും നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന് ശേഷമായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണാം എഞ്ചിനീയറിംഗ് ഓഫ്ലൈൻ, മെഡിക്കൽ ഓഫ്ലൈൻ, മെഡിക്കൽ ഹൈബ്രിഡ് ഫേസ് 1 എന്നൊക്കെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇതിൽ ഏത് കോഴ്സ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ക്രാഷ് 2026 മെഡിക്കൽ ഹൈബ്രിഡ് ഫേസ് 1, അതായത് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ തുടങ്ങി നിങ്ങളുടെ +2 എക്സാമിന് ശേഷം ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്ന ഹൈബ്രിഡ് ബാച്ചിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിനായിട്ട് ഈ ഒരു മെഡിക്കൽ ഹൈബ്രിഡ് ഫേസ് 1 എന്നുള്ളൊരു ബാച്ചിനെ ഞാൻ ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നമുക്ക് ചേരുന്നതിനായിട്ട് അതിന് നേരെ ആ വശത്ത് എൻറോൾ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്.
ഇവിടെ നമ്മുടെ അഡ്മിഷൻ ടൈം ഉണ്ട്, അതുപോലെ കമൻസിങ് ആണ്, എപ്പോൾ തുടങ്ങുന്നു എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ നവംബർ 1-ാം തീയതി തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം സെലക്ട് സെൻറ്റർ അതുപോലെ സെലക്ട് പ്രിഫേർഡ് ബാച്ച്, ഈ 2 കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, സെലക്ട് സെൻറ്റർ കൊടുക്കാം. 37 സെൻറ്ററുകളാണ് ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെൻറ്റർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിന് വേണ്ടി. അതുപോലെ തന്നെ ദുബായിൽ ഒരു സെൻറ്റർ ഉണ്ട്. അപ്പോൾ മൊത്തം 38 സെൻറ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓഫ് കോഴ്സ് ഞാൻ പാലയാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് പ്രിഫേർഡ് ബാച്ച്, അവിടെ നവംബർ 2025, കാരണം നമ്മൾ നേരത്തെ എടുത്ത പ്രോഗ്രാം അത് ഹൈബ്രിഡ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് നവംബർ 1-ാം തീയതിയാണ്. അതുകൊണ്ടാണ് അവിടെ നവംബർ 2025 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഓഫ്ലൈൻ എക്സ്ക്ലൂസീവ് ഓഫ്ലൈൻ പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞുള്ള, അതായത് നിങ്ങളുടെ +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നവംബർ 2025 എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് തൊട്ട് താഴെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് എൻ്റർ സെക്കൻഡറി ഡീറ്റെയിൽസ്, അതുപോലെ പ്രീവിയസ് എൻട്രൻസ് എക്സാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യാം. ആദ്യമേ സെലക്ട് സ്ട്രീം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അവിടെ HSC ഉണ്ട്, CBSE ഉണ്ട്, ISC ഉണ്ട്. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ CBSE ആണ് സെലക്ട് ചെയ്യുന്നത്. എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അവിടെയും അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് സ്ട്രീം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും CBSE, SSLC, ICSE തുടങ്ങിയ ഓപ്ഷൻസ് ഉണ്ട്. അവിടെയും ഞാൻ CBSE ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത് നമ്മുടെ 10ാം ക്ലാസ്സിലെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ 10ാം ക്ലാസ്സിൽ നമുക്ക് ലഭിച്ച മാർക്കുമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഇയർ ഓഫ് പാസിംഗ് ഉണ്ട്. ഇയർ ഓഫ് പാസിംഗ് ഞാനിവിടെ 2024 സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ റിസൾട്ട് സ്റ്റാറ്റസിന്റെ അവിടെ ഓഫ് കോഴ്സ് പാസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് എൻ്റർ ക്ലാസ് 10 മാർക്ക് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് 500-ൽ എത്രയാണോ മാർക്ക് ലഭിച്ചത് അതിവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നു. ഇനി ഈ തൊട്ട് താഴെ പ്രീവിയസ് എൻട്രൻസ് എക്സാംസ് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അതായത് നിങ്ങൾ 2025 നീറ്റ് എക്സാം എഴുതിയ വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് അന്നേരം ലഭിച്ച സ്കോറും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരും. ആദ്യമേ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതിയ വർഷം, അതുപോലെ അതിൽ ലഭിച്ച മാർക്ക്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ 2025 നീറ്റ് എക്സാം എഴുതിയവരാണെങ്കിൽ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ പ്രിഫർ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുമ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻസ് ഒക്കെ ശരിയാണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പേജാണിത്. മസ്റ്റ് കൺഫേം യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർഡ് ഫോർ ആക്ടിവേറ്റിംഗ് ദ അഡ്മിഷൻ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് ആണ്. എന്തെങ്കിലും തിരുത്തുകൾ വരുത്താനുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി തെറ്റുകളൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആണ് എങ്കിൽ എല്ലാം നോക്കുക. നോക്കിയതിന് ശേഷം കൺഫേം റിക്വസ്റ്റ് എന്ന ആ ഒരു ബോട്ടം കോർണറിൽ കിടപ്പുണ്ട്, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു കൺഫേം എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെയിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ എത്തിക്കഴിഞ്ഞ് കാണും, ക്രാഷ് പ്രോഗ്രാമിലേക്ക് നമ്മൾ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി ഇവിടെ കൊടുത്തിരിക്കുന്നു. മെഡിക്കൽ ഹൈബ്രിഡ് ഫേസ് 1, പിന്നെ ഫീ ഡീറ്റെയിൽസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, അവിടെ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ ആസ് ഓൾവേസ് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്, ഒന്നെങ്കിൽ പേ ഓൺലൈൻ അല്ലെങ്കിൽ പേ വിയ ബാങ്ക് ചെല്ലണം എന്നുള്ളത്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി പേ വിയ ബാങ്ക് ചെല്ലാനാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വരും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒരു ചെല്ലാൻ ഫോം നിങ്ങൾ എടുത്ത് അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ നിയറസ്റ്റ് ബാങ്കിൽ പോയി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് പേ ഓൺലൈൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ സ്ഥിരം എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ പേയും അതുപോലെ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള UPI പേയ്മെന്റ്സ് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. ആൻഡ് ഫീ പേയ്മെന്റ് നടത്തുന്നതോടുകൂടി നിങ്ങൾ ഞങ്ങളുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ ക്രാഷ് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ചേർന്ന് കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിങ് ആണ് നിങ്ങൾക്ക് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിലൂടെ നൽകുന്നത്. അത് മെഡിക്കൽ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഏറ്റവും മികച്ച കോച്ചിങ് ആണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധി പ്രോഗ്രാംസ്, അതായത് ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങളിവിടെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ പ്രോഗ്രാമിനായി ജോയിൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center.
India's #1 coaching center for NEET and JEE.